അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുകയാണ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിലൂടെ രാജ്യത്തിന് നഷ്ടമായത് ദീർഘദർശിയായ ഒരു നേതാവിനെയെന്ന് ഡോക്ടർ ശശി തരൂർ എം പി. He was a great prime minister who served the nation as prime minister, finance minister. He was somebody who was a visionary, who did a great deal for the country. And we are all cancelling the very elaborate programs planned here and rushing back to Delhi, most of us. I think it will be cancelled. I mean, it's not for me to announce. The government of Karnataka will announce. But for me, I have to get back now and see. I remember him as a wonderful man, a good leader, a compassionate individual, a great visionary. ഏറ്റവും വലിയ സൗമ്യതയുടെ മുഖമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ കക്ഷി രാഷ്ട്രീയക്കാരനായി വളർച്ചയില്ലാത്തത് കൊണ്ടാകണം ആരോടും വളരെ ആദരവോടെ സംസാരിക്കുകയും വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും പ്രതികരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അപൂർവമായിട്ടായിരുന്നു അദ്ദേഹം രോഷം കൊള്ളുകയും ഒക്കെ ചെയ്തിട്ട്, വളരെ അപൂർവം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിയുന്നതൊക്കെ തന്നെ വളരെ അപൂർവമായ സന്ദർഭങ്ങളിലാണ്. രാജ്യസഭയിലൊക്കെ അദ്ദേഹം ലോകസഭയിൽ അംഗമായിട്ടില്ല. രാജ്യസഭയിൽ അംഗമായിരുന്ന കാലത്തൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ഒരിക്കലും വിവരണമായി കണ്ടിട്ടില്ല. അത്ര സൗമ്യതയോടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറങ്ങൾക്കപ്പുറം കാര്യങ്ങളെ കാണാനും മെറിറ്റിൽ കാര്യങ്ങൾ ചിന്തിക്കാനും കഴിഞ്ഞ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് തീർച്ചയായിട്ടും ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് എത്തിയപ്പോൾ ഇത്തരം ചില സൗമ്യത നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സൗമ്യത നിറഞ്ഞ ഭരണകർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയായിരിക്കും. വ്യക്തിപരമായി മികച്ച ബന്ധം സൂക്ഷിച്ച ആളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പ്രൊഫസർ കെ വി തോമസ് അനുസ്മരിക്കുന്നു. ഞാൻ ആദ്യമായി പാർലമെൻറ്റിലെത്തുന്നത് 8ാം ലോക്സഭയിലെ അംഗമെന്ന നിലയിൽ 84. അന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഞാൻ പാർലമെൻറ്റിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ പലപ്പോഴും റിസർവ് ബാങ്ക് ഗവർണറായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് പരിചയം തുടങ്ങുന്നത്. നരസിംഹ ഗവൺമെൻറ്റിലെ ഫൈനാൻസ് മിനിസ്റ്ററായി. അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്ററാവുന്ന കാലത്തിൽ ഒരു വിസ്പറിംഗ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പുതിയ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ്റെ ആളായിരുന്നു. അതുവരെയും ഡൽഹി എന്ന് പറയുന്നത് ലൈസൻസാണ്, എല്ലാ കാര്യത്തിലും ലൈസൻസ് എടുക്കണം. അത് മാറി ലിബറലൈസേഷനിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ആ നിലപാട് പിന്നീട് ഇന്ത്യൻ എക്കോണമി വളരെ മാറ്റമുണ്ടാക്കി. പിന്നീട് അദ്ദേഹവുമായ ഒരു വ്യക്തിബന്ധം, ഒരു കുടുംബാംഗം പോലെ ഞാൻ വീട്ടിൽ പോകും. ഇതിൻ്റെ ഭാര്യ കൗറുമായിട്ട് സംസാരിക്കുമായിരുന്നു. അത് അധികാരം പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. അദ്ദേഹം ഒരു തുറന്ന മനസ്സിൻ്റെ ആളാണ്. അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയും. പക്ഷേ ഡിസിപ്ലിൻഡ് കോൺഗ്രസ്സുകാരനാണ്. വിനയാന്വിതനായ നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായർ അനുസ്മരിച്ചു. ഒരുപക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്ന ഡോക്ടർ TK നായർ IAS, അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ട് ഒരുപാട് കാലമായി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്നു. സ്വന്തം പേരിനെക്കാട്ടിലും പ്രശസ്തിയെക്കാട്ടിലും ഒക്കെ ഉപരിയായിട്ട് രാജ്യ സ്നേഹം, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അത് മാത്രം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന മഹാനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞൊരു നിഴൽ പോലെ ഇരുന്ന് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അധികാരത്തിൻ്റെ അപ്പക്കഷണം തേടി ആളുകൾ പരക്കം പായുന്ന ഒരു കാലത്ത് കഴിവുകൊണ്ട് മാത്രം കസേരകൾ അങ്ങോട്ട് തേടിച്ചെന്ന കഥയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ ഗതി നിർണ്ണയിച്ചുവെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തുറന്നു പറയുന്നു. വളരെ സൗമ്യൻ ആയ ഒരു പ്രധാനമന്ത്രി. പാർലമെൻറ്റിൽ അദ്ദേഹം പതിവായി വരുമായിരുന്നു. ഏത് ചോദ്യം ഉന്നയിച്ചാലും അതിന് ഉത്തരം നൽകുമായിരുന്നു. കാര്യവിവരമുള്ള, അന്നത്തെ കാലത്ത് ഞങ്ങൾ പലരും പറയുമായിരുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് വിയോജിക്കാം, എതിർക്കാം, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് പറയാം. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ പ്രധാനമന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ അത് ഇന്ത്യയുടെ ഗതി മാറ്റിയ അല്ലെങ്കിൽ ഗതി നിർണയിച്ച
വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യനും പറഞ്ഞു. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ടിട്ടുള്ള സാമ്പത്തിക വിദഗ്ധന്മാരിൽ ഏറ്റവും പ്രഗത്ഭൻ, ഇന്ത്യ കണ്ട ധനകാര്യമന്ത്രിമാരിൽ ഏറ്റവും പ്രഗത്ഭൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കാൻ തുടങ്ങിയ 91-ൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായപ്പോൾ അദ്ദേഹം മുൻകൈയെടുത്ത് കൊണ്ടുവന്ന നയങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നീട് അടിസ്ഥാനമായതും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന എല്ലാ രംഗങ്ങളിലുള്ള പുരോഗതിയുടെ അടിസ്ഥാനം അദ്ദേഹം ഇട്ട പുതിയ സാമ്പത്തിക നയമാണ്.